വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചൊവ്വാഴ്ച ഇന്ത്യ സഖ്യ എംപിമാർ ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം അവിശ്വാസ പ്രമേയ നോട്ടീസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തി. രാജ്യസഭാ ചെയർമാനായ ജഗദീപിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കിരൺ റിജിജു പറഞ്ഞു. സഭയുടെ അന്തസ്സിന്റെ സംരക്ഷകനായിരുന്നു ധൻഖർ എന്നും കിരൺ റിജിജു പറഞ്ഞു. ജോർജ് സോറോസും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സഭയിൽ ഭരണകക്ഷി ആരോപിച്ചു. ഇതിനിടയിലും പ്രതിപക്ഷം മുദ്രാവാക്യം വിളികൾ തുടർന്നു. ഇതോടെയാണ് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. നിഷ്പക്ഷനാകേണ്ട രാജ്യസഭാധ്യക്ഷൻ BJPക്കും ഭരണപക്ഷത്തിനും വേണ്ടി തികച്ചും പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നെന്നും രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി രാജ്യസഭാ ചെയർമാനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം എംപിമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. അതേസമയം പാർലമെന്റിന് പുറത്ത് റോസാപ്പൂക്കളും ദേശീയ പതാകയുടെ ചെറിയ മാതൃകയുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സഭ ചേരുന്നതിന് മുൻപാണ് പാർലമെന്റിന് പുറത്ത് അദാനി വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധ മുറകളാണ് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം നടത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുരേഷ് ഗോപി എന്നിവർക്ക് പൂക്കൾ നൽകിയാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ഗൗതം അദാനിയുടെയും നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ പതിച്ച ബാഗുമായിട്ടായിരുന്നു പ്രതിഷേധം. ടീഷർട്ടിന് പിന്നിൽ ഇവരുടെ ചിത്രം പതിച്ചും ഇവരുടെ മുഖംമൂടി അണിഞ്ഞും വായ്മൂടി കെട്ടിയും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ചിരുന്നു.